രാത്രി 1:30 മണിയായപ്പോൾ ഭയങ്കര ശബ്ദം കേട്ട് കിടക്കുമ്പോഴേ നല്ല മഴ ഉണ്ട്. എന്നാലും ഞാൻ അയൽവാസിയത്തെ എല്ലാ വീടുകളിലേക്കും ഞാനൊന്ന് കണ്ണൊട്ടിച്ച് എല്ലായിടത്തും ലൈറ്റ് ഉണ്ട്. അപ്പോൾ ഒരു സമാധാനത്തിൽ നിന്ന് പോയി ഇങ്ങനെ കിടന്ന് കഴിഞ്ഞപ്പോൾ 1:30 ആയപ്പോൾ ഒരു ഭയങ്കര ശബ്ദം കിടുകിടാന്ന് വിറക്കണൊരു ശബ്ദം. ജനവാതിലൊക്കെ ഇങ്ങനെ കുരുങ്ങാൻ തോന്നുന്നു. അങ്ങനെ ഞങ്ങളവിടുന്ന് എന്നോട് പറഞ്ഞ് ഒന്ന് ഇറങ്ങി നോക്കുക. നമ്മൾ പുറത്ത് പറഞ്ഞപ്പോൾ പുറത്തിറങ്ങിയിട്ട് നോക്കുമ്പോൾ എല്ലാവരും പുറത്താണ്. അപ്പം നിൻ്റെ താഴത്തെ വീട്ടിൽ മിനി പറയാം, അവളുണ്ട് ഓടി വരുന്നുണ്ട്. താത്ത എത്രയും പെട്ടെന്ന് കുട്ടികളെടുത്ത് ഇറങ്ങി ഞങ്ങളെ വീടിൻ്റെ ഉമ്മറത്തെത്തി ചളി മരങ്ങളൊക്കെ വന്ന് കിടക്കണം, എവിടെയോ പൊട്ടിയിട്ട് വരുന്നുണ്ട് പറഞ്ഞ്. അങ്ങനെ ഞങ്ങൾ കുട്ടികളെ എടുത്തിട്ട് ഒന്നും നോക്കിയില്ല. കുട്ടികളെ എടുത്തിട്ട് ഞങ്ങൾ 10 ഏക്കറേക്ക് യൂൻസിൻ്റെ പോലെ റിസോർട്ടിലേക്ക് ഓടി. ഞങ്ങൾ അവിടെ പോയിട്ട് എല്ലാവരും അന്ന് 4 മണിയായപ്പോൾ വീണ്ടും അതേ പൊട്ടൽ പൊട്ടി. അതിലൊക്കെ റിസോർട്ടിലെത്തി കുറേ കഴിഞ്ഞപ്പോൾ നമ്മൾ ഉസ്താദ് എന്തെങ്കിലും വിവരം അറിയല്ലോ പറഞ്ഞിട്ട് ഉസ്താദിനെ വിളിച്ച് നോക്കി. കുറേ നേരം വിളിച്ച് 2-3 പ്രാവശ്യം ഫോൺ റിങ്ങായി, ഫോൺ എടുക്കണില്ല. പിന്നെ ഞങ്ങൾ ഒരു വെളിച്ചമോ ഒന്നുമില്ല. ഞങ്ങൾ അന്തം വിട്ടിങ്ങനെ 4 മണിയായപ്പോൾ വീണ്ടും പൊട്ടി. എല്ലാവരും ഞങ്ങളത് എല്ലാവരും അതാത് മതത്തിൻ്റെ ഒരു മരണം ഉറപ്പിച്ച് മുന്നിൽ അങ്ങനെ ഇരുന്ന് മരിക്കുകയാണെങ്കിൽ മരിക്കട്ടെ, ഞങ്ങൾ പുറത്തിറങ്ങി നമ്മൾ വേറെ ഒരിക്കലും പോകുക പറഞ്ഞു. അപ്പം ഞങ്ങളപ്പോൾ ഉണ്ടായിരുന്നു മോമാലി അമീത്, എവിടെയും പോകണ്ട ഇവിടെ തന്നെ ഇരിക്കാറുണ്ട്. അപ്പം ഞങ്ങൾ മരണം ഉറപ്പിച്ച് അവിടെ ഇരുന്നു. 4 മണി അതൊരു ഒതുക്കം വന്നപ്പോൾ ഞങ്ങൾ ബാലവാടിൻ്റെ അവിടെ പോയി. ഇവിടെ ഞങ്ങൾ 10-50 ആളുള്ളൂ ഇവിടെ, അതന്നെ വിഷമമായി. പിന്നെ ബാലവാടിൻ്റെ അവിടെ പോയപ്പോൾ ഒരു 10-15-20 ആളുണ്ട് ഞങ്ങൾ നാട്ടുകാർ മൊത്തം. നേരം വെളുക്കോളം ഒരു വിവരം അറിയില്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടാളും മേലേക്ക് കയറുമ്പോൾ ഒരു ദയനീയമായൊരു കരച്ചിലിങ്ങനെ കേൾക്കുന്നുണ്ട്. ഒരു വെളിച്ചമല്ല അത്. ആ ദയനീയ അവസ്ഥ കേട്ടാൽ നമുക്കറിയാം രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ആ വിളിക്കുന്നത്. പക്ഷെ ആർക്കും എത്തിപ്പെടാൻ പറ്റില്ല, ഒരു വെളിച്ചമല്ല. എന്താ നിന്ന് കുറേ നേരം കേട്ട് അവിടുന്ന് കേൾക്കാൻ കഴിവില്ലായിട്ട് പിന്നെ ഞങ്ങൾ റിസോർട്ടിൽ തന്നെ കയറി. അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഉസ്താദിൻ്റെ അടുത്ത് ഒരു വിവരം കിട്ടുമല്ലോ, എന്താ സംഭവിച്ചിരിക്കുന്നത് അറിയാലോ പറഞ്ഞിട്ട് ഉസ്താദിനെ വീണ്ടും വിളിച്ച്. എൻ്റെ മരുമകളോട് ഞാൻ പറഞ്ഞു, മോളെ ഒന്ന് വിളിച്ച് നോക്കുന്നു. ഫോൺ റിങ് ആണുണ്ട്, ഉസ്താദ് എടുക്കണില്ല, ഇനി എന്താണെന്ന് അറിയൂലല്ലോ എന്ന്. അങ്ങനെ ഞങ്ങൾ ഭയങ്കര പ്രയാസപ്പെട്ട്. എന്തായാലും ഇപ്പം ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങളെ നാട് പോയതിലല്ല, നാട്ടിൽ ഞങ്ങൾക്കൊക്കെ എന്തെങ്കിലും ഒരു ആപത്ത് പറ്റിയ ഓടിയെത്താൻ പറ്റിയ ചെറുപ്പുള്ള ചെറുപ്പക്കാരും മക്കളും എല്ലാവരും പോയി. അതൊരു വിഷമിക്കല്ലേ വയ്യ, ഭയങ്കര വിഷമമുണ്ട്. എല്ലാവരും പോയി. ഞങ്ങളുടെ നാട്ടിൽ ഇത്രയും ജനങ്ങൾ കൂടിയെടുത്ത് ഞങ്ങൾക്ക് കാണാൻ ആരുമില്ല. അധികം ആളുകളെ മുഖം കാണുന്നേ ഇല്ല. സഹിക്കാൻ വയ്യ. ഞങ്ങൾക്ക് ആർക്കും ഒന്നും പറ്റിയിട്ടില്ല. എൻ്റെ വീട് പണി തീരാത്ത വീടാണെങ്കിലും എൻ്റെ വീട്ടിലൊരു ഇല പോലും വീണിട്ടില്ല. അത് ശരി, എൻ്റെ കുടുംബത്തിൽ ആരും പോയിട്ടില്ല. എൻ്റെ മൂത്തമ്മാൻ്റെ മോനും പേരക്കുട്ടി മരുമോളും പോയി. അതൊരു വിഷമമുണ്ട്. ഞങ്ങളുടെ നാട്ടിലത്തെ മൊത്തം ആളുകളും പോയി. ഞങ്ങൾക്ക് ആരും കാണാനില്ല. ഞങ്ങൾ നാട്ടുകാർ പോയി, ഞങ്ങളുടെ നാടും പോയി. അതോർക്കുമ്പോൾ എനിക്ക് സഹിക്കണില്ല. ഞങ്ങളുടെ നാട്ടുകാർ മൊത്തം പോയി, ഓർക്കാൻ കഴിയണില്ല. ഒരു കാര്യം കൂടി പറയാ, ഞങ്ങളീ ചൂരൽമല മുണ്ടക്കയത്ത് ഈ വിഷമത്തിൽ പങ്കാളികളായ എല്ലാവർക്കും എന്താണ് പറയേണ്ടത്, എന്ത് നന്ദിയാണ് പറയേണ്ടത് ഞങ്ങൾക്ക് അറിയണില്ല. എല്ലാവരോടും എങ്ങനെ നന്ദി പറയണമെന്ന് ഞങ്ങൾക്ക് അറിയണില്ല. അത് നിങ്ങളെ പ്രത്യേകിച്ച് എല്ലാവരോടും അറിയിക്കുക. അത് മാത്രം പറയാനുള്ളൂ. ഇനിയൊന്നും പറയാനില്ല. ഞങ്ങൾ നാടും പോയി, നാട്ടുകാരും പോയി. ഇതൊരു നാടിൻ്റെ അവസ്ഥയാണ്. ആർക്കും അവരെ സമാധാനിപ്പിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് വസ്തുത. ഇതിനപ്പുറം കേരളം കൈകോർത്ത് പിടിക്കേണ്ട ഒരു സമയമാണെന്ന് മാത്രമേ എനിക്ക് ആ കാര്യത്തിൽ പറയാനുള്ളൂ.